ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഞങ്ങളിതാ രാവിലെ തന്നെ വന്ന് കുളിച്ചിട്ട് പൂവിടാൻ നോക്കുന്നു. അഗേട്ടനും മാമിയും എല്ലാം കൂടെ വരച്ച് വെക്കുന്നത്. കുറച്ച് അമ്മ വരച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. നമ്മളിന്ന് രാവിലെ വരുമ്പം കൊണ്ടുവന്ന പൂവായതുകൊണ്ട് എല്ലാം വെട്ടി വെച്ച് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ പോയിട്ട് വരാം. കുറച്ച് ലേറ്റ് ആയാലും അമ്പലമെല്ലാം അടച്ചു പോകും. പൂവിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവൂലേ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന മുല്ലപ്പൂവാ, അതെല്ലാം വെച്ചിട്ട് അമ്പലത്തിൽ പോയി നെയ്വിളക്കം കഴിപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അമ്പലത്തിലെ പൂവ് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. അരകൊണ്ട് ഇടിയിപ്പിച്ചാന്ന് തോന്നുന്നു. നെയ്വിളക്ക് കഴിപ്പിച്ചാൽ അവൾക്ക് തന്നെ ഉള്ളിൽ കൊണ്ടുപോകണം, അത് അത്ര നിർബന്ധമുള്ള കാര്യം അവൾക്ക്. അങ്ങനെ അത് ഉള്ളിലേക്ക് പോയി വന്നപ്പോൾ അവളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട്. പിന്നെ നമ്മൾ ആ പൂക്കളത്തിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എല്ലാം കണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് പൂവിടാൻ തുടങ്ങി. പൂവിട്ടിട്ട് അമ്പലത്തിൽ പോയാൽ എന്തായാലും അമ്പലം അടച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് വന്നേ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഇടുന്നേ. അമ്മ അകത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ പൂവും ഇങ്ങനെ എന്തെന്നാ ഇടണ്ടേ, ഏതാ ഒക്കുവാന്നെല്ലാം ഇങ്ങനെ നോക്കി ഇടുന്നേ. അങ്ങനെ വാമിയൊന്നും വന്നിട്ടില്ല. വാമി ഇവിടെ നാട്ടിലെത്തിയതിൻ്റെ ഒരു ഇതാവക്ക് അച്ഛൻ്റെ അടുത്തും അച്ഛമ്മേൻ്റെ അടുത്തും തന്നെയാണ് നിൽക്കുന്നത്. ഇനിയൊരു പാട്ടായാലോ? അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി, അരമണിക്കിങ്ങിണി കിളിപ്പാകി, ഇമകളെന്തു ഭംഗി, ഇവളിലെ കവിളിനെന്തു കാന്തി, അധരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അഗേട്ടൻ അവിടെ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അറിയാണ്ട് എടുത്തതാണ്. അപ്പോൾ ഞങ്ങളെ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വാമീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം വന്ന് പോയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കിയ ബിരിയാണി സദ്യ ഞങ്ങളെ തിരുവോണത്തിൻ്റെ. എന്നാൽ ബൈ.